ഈ 2 വർഷം ഇവിടെ കഷ്ടപ്പെട്ടിട്ട് നാട്ടിൽ ചെല്ലുമ്പോൾ കേരളത്തിൽ നിന്ന് പല രാജ്യത്തോട്ടും പല സംസ്ഥാനത്തോട്ടും ഈ ജോലി തേടി പോകുന്നുണ്ട്. ഇപ്പൊ ബാംഗ്ലൂരൊക്കെ വർക്ക് ചെയ്യാൻ പോകുന്ന സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയിൽ, IT ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് പിള്ളേരുണ്ട്. അതേ ആ കുട്ടികൾ നമ്മുടെ ഇവിടുത്തെ ഒരു സാധാരണ പ്രവാസി മേടിക്കുന്നേക്കാൾ 10 ഇരട്ടിയോ അല്ലെ 5 ഇരട്ടിയോ ഒക്കെ ശമ്പളം മേടിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അവൻ മാസത്തിൽ 2 പ്രാവശ്യം നാട്ടില് വരുന്നുണ്ടാവും വെക്കേഷന്. അവന്റെ അടുത്ത് ആരും പിസ്ത ചോദിക്കൂല, ബദാം ചോദിക്കൂല, ബ്രൂട്ടിന്റെ സ്പ്രേ ഇല്ല എന്ന് പറഞ്ഞ അടി കൂടൂല. പക്ഷെ ഇത് പാവം പിടിച്ച ഈ പ്രവാസി 2 വർഷത്തിൽ ഒരിക്കൽ ഒരു 28 ദിവസത്തേക്ക് പോവാൻ നിന്നാല് ഈ അടിയൊക്കെ ഉണ്ടാവും. ചെന്നന്ന് മുതല് പ്രവാസിയുടെ മീറ്റർ ചാലുവാണ്. ഈ 2 വർഷം ഇവിടെ കഷ്ടപ്പെട്ടിട്ട് നാട്ടിൽ ചെല്ലുമ്പോൾ ഇവിടെ ചിലപ്പോൾ സ്പ്രേ ഒന്നും അടിച്ച് നടക്കില്ല. പക്ഷെ നാട്ടിൽ സ്പ്രേ അടിക്കാതെ നടക്കാൻ പറ്റില്ലല്ലോ. ഗൾഫിന്റെ ഒരു മണമൊക്കെ വേണം. തീർച്ചയായിട്ടും മണം മാത്രം പോരാ, ഗൾഫിന്റെ പല ഗുണങ്ങളും വേണം. വണ്ടി വേണം. അപ്പൊ അവന് വണ്ടി കാണില്ല, റെന്റിനെടുക്കും. റെന്റിനെടുത്താൽ വെറുതെ ഇരിക്കാൻ പറ്റില്ല, ടൂറിന് പോകണം. അപ്പൊ ടൂറിന് പോകും. അപ്പൊ എന്ത് ചെയ്യും? ഇവിടെ നിന്ന് കൊണ്ടുവന്ന പൈസയും പിന്നെ നാട്ടിൽ നിന്ന് കടം എടുത്തിട്ട് ടൂറിന് പോകും. അല്ല, കാറാകുമ്പോൾ